നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിൻഡോസിൽ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, ക്രോമോ, ബ്രേവോ, അങ്ങനെ ഏതെങ്കിലും എടുക്കുക. ഞാനിവിടെ ബ്രേവ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ URL നമ്മൾ flutter.dev എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഫ്ലട്ടറിന്റെ വെബ്സൈറ്റിലോട്ട് പോകും. അവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോസ്, മാക് എന്നൊക്കെ കാണും. നമ്മളതിൽ വിൻഡോസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് മാനുവലി എന്നൊരു സെക്ഷൻ കാണും. അതിൽ ഇൻസ്റ്റാൾ ഫ്ലട്ടർ മാനുവലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ദ ഫ്ലട്ടർ SDK ബണ്ടിൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ആ ഫ്ലട്ടർ വിൻഡോസ് എന്നുള്ളത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ ഡൗൺലോഡ്സിലോട്ട് കൊടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ആ ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ അവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ഓൾ എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് എവിടെയാണ് ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇതിലെ ലോക്കൽ ഡിസ്ക് Hലോട്ടാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഞാൻ സെലക്ട് ഫോൾഡർ കൊടുത്തു. ഇനി എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ എക്സ്ട്രാക്ഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഫ്ലട്ടർ ഏകദേശം എക്സ്ട്രാക്ടിങ് കഴിയാറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്ലട്ടർ ഇപ്പോൾ എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇനി അതിൽ നമ്മൾ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മേലെ നമുക്ക് അവിടെ അഡ്രസ് ബാർ എന്ന് പറയും. ഇതാണ് അഡ്രസ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ പാത്ത് കോപ്പി ചെയ്യുക. അതിലുള്ള ആ ഫ്ലട്ടർ ബിൻ എന്ന് പറഞ്ഞാൽ ആ ഫുൾ പാത്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ താഴത്ത് വന്നിട്ട് എഡിറ്റ് സെർച്ചിൽ എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ സെഷൻ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ പാനലിലെ ഒരു സെഷനാണത്. അതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ അവിടെ എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് കാണും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പാത്ത് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്ലൈ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ എൻവയോൺമെന്റ് വേരിയബിൾസിൽ അതും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം പ്രോപ്പർട്ടീസിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നേരെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത് നമുക്ക് കുറച്ച് ടൈം പിടിക്കും. ഡൗൺലോഡിംഗ് ആണ്, നെറ്റ് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ഫ്ലട്ടർ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫ്ലട്ടർ സ്പേസ് __ വേർഷൻ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ആ ഫ്ലട്ടർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ വേർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ 3.35.7 എന്ന വേർഷനാണ് ഫ്ലട്ടർ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.